ഡിലീഷ്യസ് ടൈം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗോതമ്പിന്റെ വട്ടയപ്പമാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ അമർത്തുക. 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ച് നമുക്ക് അലിപ്പിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും 4 ഞാലിപ്പൂവൻ പഴവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമായിരിക്കണം, ഇത് എന്നാലേ സോഫ്റ്റ് ആകത്തുള്ളൂ. ഇത് മിക്സിയിലെ ജാറിലോട്ടിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഉപയോഗിച്ച് ആദ്യം ഒന്ന് അരച്ച് നോക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം പോരാതെ വന്നിട്ടുണ്ട്, നമുക്കിത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നോക്കാം. ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ആവശ്യമുണ്ട്. നമുക്ക് അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ ഇത് മാറ്റി വെച്ച ശേഷം നമുക്കിതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർത്ത് നമുക്കിതൊന്ന് പുരട്ടിയെടുക്കാം. ഈ മാവ് പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പകുതി വേവായിട്ടുണ്ട്. നമുക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വെന്ത് പാകമായിട്ടുണ്ടോ നോക്കാം. ഇത് വെന്ത് പാകമായിട്ടുണ്ട്. നമുക്ക് അടുത്ത വട്ടയപ്പം കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വിഭവമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ വട്ടയപ്പം. നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് 4 മണിക്കാണെങ്കിലും അല്ലെങ്കിൽ രാവിലത്തെ പലഹാരമായിട്ടാണെങ്കിലും നമുക്കിത് കഴിക്കാം.
അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സിമീസ് ഡെലീഷ്യസ് ടൈം. താങ്ക് യു.